നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കോയമ്പത്തൂരെ കേസിന് നീ എന്തിനാ പോകുന്നേ? ശ്യാമിനെ വിട്ടാ പോരെ? അവനല്ലേ ഇപ്പൊ ട്രാവൽസ് നോക്കി നടത്തുന്നേ. ഇത് 2 വർഷം മുൻപുള്ള കേസാമേ. അന്ന് അതിന്റെ കാര്യങ്ങൾക്കൊക്കെ പോയത് ഞാനാ. വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. എന്നാലും കോടതി കാര്യമല്ലേ, ക്ലിയർ ചെയ്ത് വരാൻ ചിലപ്പോൾ 2 ദിവസം എടുക്കും. സത്യേട്ടൻ ഒറ്റയ്ക്ക് പോണോ? ശ്യാമിനെ കൂടെ കൂട്ടിക്കൂടെ? എന്നാ പിന്നെ ഇന്ദ്രേട്ടനെ കൂടെ കൂട്ടാം. എന്റെ പ്രതിഭയെ ഇവിടെയാണെങ്കിൽ ഒരു വക്കീലിനെ ഏൽപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ ഈ കേസ് നോക്കിയിരുന്ന വക്കീലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അതിന് ഒരാളെ കൂടി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സത്യേട്ടൻ ഇങ്ങനെ പോയി ശീലമുള്ള ആളാ പ്രതിഭ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ശ്യാമേട്ടനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. അവിടെ വല്ല മദാമുമാരെയും കൂട്ടിന് കിട്ടി അവളുടെ കൈയും പിടിച്ചു പോവും. അമ്മേ, വെറുതെ എന്റെ വായിന്നൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. എടി വിടടി. ശ്യാമു ഇതുപോലെ അവസരം കിട്ടുമ്പോഴൊക്കെ അമ്മയെ തോണ്ടാറുള്ളതല്ലേ. ഇത് അതിലങ്ങ് കിഴിച്ചേക്ക്. അല്ല, അനുവടത്തിയോടുള്ള നിന്റെ പരിഭവമൊക്കെ മാറിയോ? അതെ, അധികം വലിച്ചു നീട്ടണ്ട കേട്ടോ. അമ്മേ, അത് ഇവളോടൊന്ന് പറഞ്ഞേക്ക്. ഓ, നീ അനുപമയോട് പറയാനുള്ളതൊക്കെ അപ്പൊ തന്നെ പറഞ്ഞില്ലേ? വീണ്ടും എന്തിനാ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നേ? ഇവിടെ ശരിക്കും എന്താ നടക്കുന്നേന്ന് അമ്മ അറിയാത്തതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. എന്താടി ഞാനറിയാതെ എന്താ ഇവിടെ നടക്കുന്നേ? ഏട്ടത്തി ഇപ്പോഴും അവര് ഗ്യാസ് തുറന്നു വെച്ചിട്ടില്ലെന്ന് ഉറച്ച വിശ്വാസത്തില. പിന്നെ ആര് തുറന്നു വെച്ചെന്ന് അവള് പറയുന്നത്? നീ തുറന്നു വെച്ചോ? ഞാൻ എങ്ങനെ തുറന്നു വെക്കാനാ? ഞാൻ മോൾക്ക് ആഹാരം കൊടുക്കുന്ന അമ്മ കണ്ടല്ലേ. അമ്മ ഓടി വന്നില്ലായിരുന്നെങ്കിൽ കിച്ചണിലെ സ്വിച്ച് ഇട്ടാ പോലും ഞാനും എന്റെ മോളും കത്തി ചാമ്പലായേനെ. ഇത്രയും കാര്യങ്ങള് അനുപമയ്ക്കും അറിയാവുന്നല്ലേടി. അവക്ക് പറ്റിപ്പോയൊരബദ്ധം അവക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളു കാര്യം. നീ അതിന്റെ പേരിൽ ഏട്ടത്തിയോട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. ഏട്ടത്തി ഈ കാര്യത്തിൽ അമ്മ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ തലയിലെടുത്ത് വെച്ച് ഏട്ടത്തി ഈ വീടിന്റെ അധികാരിയാക്കി മാറ്റൂ. ഇലക്ഷനിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയ എന്തായിരിക്കും അവസ്ഥ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവിടെ നിക്ക്. ഞാനൊരു രഹസ്യം പറഞ്ഞ നീ അത് മനസ്സിൽ തന്നെ വെക്കൂ. എന്ത് രഹസ്യം? അവളെ ഇലക്ഷനിൽ മത്സരിക്കില്ല സോനെ. അവളുടെ അനിയത്തി കാരണം ഞാൻ പുറത്തായതുപോലെ അനുപമയും നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഏട്ടത്തെ നാണം കെടുത്താൻ അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മോളെ? ഇപ്പൊ നീ ഇത്രയും അറിഞ്ഞാ മതി. അമ്പിളി ചേച്ചി ദാസങ്ങളുടെ വീട്ടിൽ പോയതിന് ചീരു ചേച്ചിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? അവര് ചിലപ്പോ ഇന്ന് അവിടെ താമസിക്കാൻ തീരുമാനിച്ചാണ്. അമ്പിളി ചേച്ചി എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. രഘുവേട്ടനും അമ്പിളി ചേച്ചി തമ്മില് വഴക്കൊന്നുമില്ലല്ലോ? എന്ന് ചോദിച്ചാ രഘുവേട്ടൻ ചേച്ചിയെ ദിവസവും കമ്പനിയിൽ കൊണ്ടുപോകാത്തതിന്റെ പേരില് ചേച്ചി ചെറിയ ഉടക്കില്ല. അങ്കിളിനോട് സംസാരിച്ച് അതിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനാവണം പോയത്. അതെ, മക്കള് 3 പേരും എന്റെ കട്ടിലിൽ കിടന്നുറങ്ങി. അവരെ ഇനി ഉണർത്തണ്ട.
മഞ്ചാടി ഇന്ന് ചീരു ചേച്ചിയോടെ കിടന്നോ? മക്കളെ ഞാൻ നോക്കിക്കോളാം. അയ്യോ